നമ്മുടെ വാൻക ലെറ്റർ എഴുതി തീർന്നിട്ടില്ല, വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും അവന് ഗ്രാൻഡ് ഡാഡിന്റെ അടുത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരഗ്രാഫ് നമ്പർ 10. വാൻക gave a sharp sigh and once more gazed at the window pane. അവൻ ഒരിക്കൽ കൂടി നെടുവീർപ്പോട്ടുകൊണ്ട് ആ ജനാലയുടെ ചില്ലിലേക്ക് നോക്കി. He remembered his grandfather going to get a Christmas tree for the gentry. അവരവരുടെ നാട്ടിൽ ഗ്രാമത്തിലുണ്ടായിരുന്ന സമയത്ത് ഒരിക്കലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് ഫാദർ മരം വെട്ടാൻ പോയത് അവൻ ഓർത്തു. ആൻഡ് ടേക്കിംഗ് ഹിസ് ഗ്രാൻഡ് സൺ വിത്ത് ഹിം, അവനെയും കൂടെ അന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓ വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ. അതൊക്കെ എത്രമാത്രം സന്തോഷമുള്ള സമയങ്ങളായിരുന്നു. ഗ്രാൻഡ് ഫാദർ വുഡ് ഗീവ് എ ചക്കിൾ, ഗ്രാൻഡ് ഫാദർ പൊട്ടിച്ചിരിക്കുന്നു. ആൻഡ് ദി ഫ്രോസ് ബൗണ്ട് വുഡ് ചക്കിൾഡ്, അവിടെയുള്ള പൈൻ മരങ്ങളും പൊട്ടിച്ചിരിക്കുന്നു. ആൻഡ് വാൻക ഫോളോയിങ് ദെയർ എക്സാമ്പിൾ ചക്കിൾഡ് ടു. ഇതെല്ലാം കണ്ടിട്ട് വാൻകയും വളരെയധികം സന്തോഷിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ബിഫോർ ചോപ്പിംഗ് ഡൗൺ ദ ഫർ ട്രീ കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഗ്രാൻഡ് ഫാദർ വുഡ് സ്മോക്ക് എ പൈപ്പ്, ഗ്രാൻഡ് ഫാദർ ഒന്ന് സ്മോക്ക് ചെയ്യുമായിരുന്നു. ടേക്ക് എ ലോങ് പിഞ്ച് ഓഫ് സ്നപ്പ്, ഒന്ന് മുക്കിപ്പൊടി വലിക്കുമായിരുന്നു. ആൻഡ് ലാഫ് അറ്റ് ദ ഷിവറിംഗ് വാൻക, എന്നിട്ട് ഈ തണുപ്പത്ത് വിറച്ചു നിൽക്കുന്ന വാൻകയെ നോക്കി ഒന്ന് പൊട്ടിച്ചിരിക്കുമായിരുന്നു. ദ യങ് ഫർ ട്രീസ് കോട്ടഡ് വിത്ത് ഫ്രോസ്റ്റ് സ്റ്റുഡ് മോഷൻലെസ്. നല്ല തണുപ്പത്ത് തണുത്തുറഞ്ഞു നിൽക്കുന്ന ഈ ഫർ ട്രീസ് എല്ലാം അനങ്ങാതെ ഇങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. വെയിറ്റിംഗ് ടു സീ വിച്ച് വൺ ഓഫ് ദം വാസ് ടു ഡൈ. അവർ നോക്കി നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവരിൽ ആരാണ് ഈ ഗ്രാൻഡ് ഡാഡിൻ്റെ കയ്യിലുള്ള വാളുകൊണ്ട് വെട്ടി വീണ് മരിക്കാൻ പോകുന്നതെന്നായിരുന്നു അവർ നോക്കി നിന്നുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? മരം വെട്ടാൻ വന്നിരിക്കുകയാണ്. ഏത് മരമാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്? ആ മരം മരിച്ചു അല്ലേ? അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് സഡൻലി എ ഹെയർ വുഡ് കം ലീപ്പിംഗ് ഓവർ എ സ്നോ ഡ്രിഫ്റ്റ്. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു വലിയ മുയൽ അതിലെ അവരുടെ മുന്നിൽ കൂടെ ചാടി ഓടുന്നുണ്ടായിരുന്നു. സ്വിഫ്റ്റ് എ ആരോ ഗ്രാൻഡ് ഫാദർ കുഡ് നെവർ ഹെൽപ്പ് ഷൗട്ടിങ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ഉറക്കം ഇങ്ങനെ അലറി വിളിക്കാതിരിക്കാനായിട്ട് പറ്റിയില്ല. എന്തായിരുന്നു അദ്ദേഹം അലറി വിളിച്ചത്? എന്തായിരിക്കാം? നിൽക്കി പിടിച്ച് ഇപ്പറിച്ച് നിർത്താൻ പറയും അല്ലേ? അപ്പം എങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുക? സ്റ്റോപ്പ് ഇറ്റ് ഹോയു സ്റ്റബ് ടെയിൽ ഡബിൾ. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നേ? അവനെ പിടിച്ചു നിർത്ത്, ആ കുഞ്ഞു മൊയലിനെ അല്ലെങ്കിൽ ആ മൊയൽച്ചിനെ ഒന്ന് പിടിച്ചു നിർത്താൻ എന്നായിരുന്നു ഗ്രാൻഡ് ഫാദർ അവിടെ കിടന്ന് അലറി വിളിച്ചുകൊണ്ടിരുന്നത്. ഗ്രാൻഡ് ഫാദർ വുഡ് ഡ്രാഗ് ദ ട്രീ ടു ദ ബിഗ് ഹൗസ്. എന്നിട്ട് ഈ മരം വെട്ടിയെടുത്തിട്ട് എന്ത് ചെയ്യും? ഈ മരം മുഴുവൻ വലിച്ചെടുത്ത് ഗ്രാൻഡ് ഫാദർ അത് വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ആൻഡ് ദേ വുഡ് സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ് ഇറ്റ്. എന്നിട്ട് ആ മരം മുഴുവനും അവര് അലങ്കരിക്കും. മിസ് ഓൾഗ ഇഗ്നാറ്റോവ, വാൻകാസ് ഫേവറേറ്റ്, വാസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ. വാൻകായുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓൾഗ ഇഗ്നാറ്റോവയാണ് ഇതിനെല്ലാം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ആ വീട്ടിലെ ആളാണ്. വാൻകയെ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ തിരിച്ചു വാൻകയ്ക്കും വളരെ വളരെ ഇഷ്ടമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. വൈൽ പെലാഗ്യവ മീൻസ് വാൻകാസ് മദർ, വാൻകയുടെ അമ്മയായിരുന്നു. പെലാഗ്യവ, വാൻകാസ് മദർ, വാസ് എലൈവ് ആൻഡ് ഇൻ സർവീസ് അറ്റ് ദ ബിഗ് ഹൗസ്. ആ സമയത്ത് വാൻകയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പം ആ വീട്ടിലെ ജോലികൾ ചെയ്യുകയായിരുന്നു അവരുടെയും ജോലി. ഓൾഗ ഇഗ്നാറ്റോവ യൂസ് ടു ഗിവ് വാൻക സ്വീറ്റ്സ് ആൻഡ് അമ്യൂസ് ഹെർസെൽഫ് ബൈ ടീച്ചിങ് ഹിം ടു റീഡ്, റൈറ്റ് ആൻഡ് കൗണ്ട് ടു 100. ഇവർ തമ്മിലുള്ള ഈ കൂട്ടിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് വാൻകയ്ക്ക് ധാരാളം സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, മിഠായികളൊക്കെ കൊടുക്കുമായിരുന്നു. അതേപോലെ തന്നെ അവനെ എഴുതാനും വായിക്കാനും എണ്ണാനും 100 വരെ 100 വരെ എണ്ണാനും എഴുതാനും എല്ലാം അവനെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ആൻഡ് ഈവൻ ടു ഡാൻസ് ദ ക്വയട്രൽ, അവനെ കുറച്ച് ഡാൻസും കൂടെയൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് വെൻ പെലാഗ്യ ഡൈഡ്, അവൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ദ ഓർഫൻ വാൻക വാസ് സെൻഡ് ഡൗൺ ടു ദ ബാക്ക് കിച്ചൺ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. അവൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ അവൻ അവരുടെ അടുത്തു നിന്നും മാറ്റപ്പെട്ടു. ആൻഡ് ഫ്രം ദെയർ ടു മോസ്കോ, അവസാനം ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തു നിന്നും മോസ്കോയിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പോൾ മോസ്കോയിൽ എവിടെയാണ്? ടു ആലിയാഖിൻസ് ദ ഷൂ മേക്കർ, ആലിയാഖിനായിട്ടുള്ള ഷൂ മേക്കർ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഇപ്പം നമ്മുടെ വാൻകയെ അയച്ച് നിർത്തിയിട്ടുള്ളത്. കം ടു മീ ഡിയർ ഗ്രാൻഡ് ഡാഡ്,
ദയവ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരിക. കണ്ടിന്യൂഡ് വാൻഗ എഴുത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഐ ബെഗ് യു ഫോർ ക്രൈസ്റ്റ് സേക്ക് ടേക്ക് മീ അവേ ഫ്രം ഹിയർ. എന്താണ്? ദൈവത്തെ ഓർത്ത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നെന്ന് കൂട്ടിക്കൊണ്ട് പോവണം. Pity me, unhappy orphan. They beat me all the time. എന്നെപ്പോലുള്ള അനാഥനായ കുട്ടിയെ ഓർത്ത് അവർക്ക് ഒരു വിഷമവുമില്ല. They beat me. അവരെന്നെ എപ്പോഴും അടിക്കാറുണ്ട്. I am always hungry. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും നല്ല വിശപ്പുണ്ട്. And I am so miserable here. ഞാനിവിടെ വളരെയധികം കഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. I can't tell you, I cry all the time. എനിക്കിതെല്ലാം അങ്ങോട്ട് പറയാനായിട്ട് പോലും സാധിക്കുന്നില്ല. കാരണം എന്താണ്? I cry all the time. ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. And one day the master hit me over the head with a last. അതുപോലെ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ തലയിലായിട്ട് മാസ്റ്റർ എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. And I fell down. ഞാൻ തെറിച്ചു താഴെ വീണു. And I thought I would never get up again. അന്ന് ഞാൻ ഓർത്തത് ഇനി എനിക്ക് ഒരിക്കലും ഈ വീഴ്ചയിൽ നിന്നും എഴുന്നേക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് ഞാൻ ഓർത്തിരുന്നത്. I have such a miserable life, worse than a dog's. ഒരു നായ്ക്കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പട്ടിയുടെ ജീവിതത്തെക്കാട്ടിലും മോശമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് എനിക്ക് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. And I send my love to Alyona, Vanid, Yoger and the catchman and don't give my concertia anyone. അപ്പോൾ എന്നിട്ട് അവൻ്റെ ലെറ്റർ അവസാനിക്കുന്ന ഭാഗമാണ്. അവൻ ആരെയൊക്കെയാണ് അവൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുന്നത്? അലോണ, അതുപോലെ തന്നെ ഒറ്റക്കണ്ണനായിട്ടുള്ള യോഗർ, പിന്നെ കുതിരവണ്ടിക്കാരൻ, അതുപോലെ തന്നെ അവൻ്റെ കൺസേർട്ടിനെ ആർക്കും കൊടുത്തേക്കരുത് എന്നും ഈ കൂട്ടത്തിൽ അവൻ പറയുന്നുണ്ട്. ഐ റിമെയിൻ യുവർ ഗ്രാൻഡ്സൺ. ഞാൻ എപ്പോഴും നിങ്ങളുടെ ഗ്രാൻഡ്സൺ ആയിരിക്കും. യുവർ ഗ്രാൻഡ്സൺ ഇവാൻ ജുക്കോവ്. ഡിയർ ഗ്രാൻഡ് ഡാഡ് ഡു കം. ഞാൻ പ്രിയപ്പെട്ട മുത്തച്ഛ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നേക്കണം എന്ന് അവന് കത്ത് എഴുതി പൂർത്തിയാക്കി. ഓക്കെ, അപ്പം നമ്മുടെ വാൻകയുടെ ലെറ്റർ ഇവിടെയാണ് അവസാനിക്കുന്നത്. അവൻ്റെ കത്ത് അവസാനിക്കുന്നത് ഗ്രാൻഡ് ഡാഡിനോട് തീർച്ചയായിട്ടും അവനെ കൂട്ടാനായിട്ടും വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? ഈ കത്തിൽ മുഴുവൻ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ മിസറബിൾസ്, ലൈഫ് പ്രോബ്ലംസ്, അവൻ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ വാക്കിലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലേ? ഓക്കെ, ലെറ്റർ എഴുതി തീർന്നാൽ മാത്രം മതിയോ? പോരാ, അല്ലേ? നമ്മൾ ഒരു ലെറ്റർ എഴുതിയാൽ എന്ത് ചെയ്യണം? ആ ലെറ്റർ ആർക്കാണോ കൊടുക്കേണ്ടത്, ആർക്കാണോ അയക്കേണ്ടത്, ആ ആൾക്ക് നമ്മൾ അയച്ചും കൊടുക്കണം, അല്ലേ? ഈ ലെറ്റർ നമുക്ക് അയക്കണ്ടേ? വാൻക അയച്ചോ നമുക്ക് നോക്കാം കേട്ടോ. വാൻക ഫോൾഡഡ് ദ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ 4. വാൻക ആ പേപ്പർ 4 മടക്കിയെടുത്തു. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ആൻ എൻവലപ്പ്. അതൊരു എൻവലപ്പിനകത്തെ ഒരു കവറിനകത്തേക്ക് അത് കയറ്റി വെച്ചു. വിച്ച് ഹി ഹാഡ് ബോട്ട് ദ ഡേ ബിഫോർ ഫോർ എ കോപ്പീക്ക്. ദെൻ ഹി പോസ് ടു തിങ്ക്. അവനൊരു കഴിഞ്ഞ ദിവസം അവനൊരു ആവശ്യത്തിന് വാങ്ങിച്ചതാണ്. അതിലേക്ക് അവന് ഈ കവർ അല്ലെങ്കിൽ ഈ ലെറ്റർ എഴുതിയത് കയറ്റി വെച്ചു. എന്നിട്ട് അവൻ ഒന്ന് ആലോചിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ടിപ്ഡ് ഹിസ് പെൻ ഇൻ ടു ദ ഇങ്ക് പോട്ട് ആൻഡ് റോട്ട്. വീണ്ടും പേന മഷിക്കുപ്പിക്കകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഇങ്ങനെ എഴുതി: ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. ഗ്രാമത്തിലെ മുത്തശ്ശന് എന്ന് അവൻ അതിൻ്റെ മുൻപിലായിട്ട് എഴുതി. സ്ക്രാച്ച്ഡ് ഹിസ് സ്കൾട്ട്, തോട്ട് അഗെയിൻ. അവൻ്റെ തലയൊക്കെ ഒന്ന് ചൊറിഞ്ഞു. എന്നിട്ട് അവൻ വീണ്ടും ഒന്നുകൂടെ ആലോചിച്ചു. ദെൻ ആഡഡ്. എന്നിട്ട് ഒന്നും കൂടെ ആലോചിച്ചിട്ട് ഇങ്ങനെ എഴുതി: ടു കോൺസ്റ്റാന്റിൻ മാക്രിച്ച്. കോൺസ്റ്റാന്റിൻ മാക്രിച്ച് എന്ന് നമ്മുടെ സാധാരണ അഡ്രസ്സ് എഴുതുന്ന പോലെ ടു കോൺസ്റ്റാന്റിൻ മാക്രിച്ച് എന്ന് ആരെഴുതി? വാൻക ലെറ്ററിന്റെ മുൻപിലായിട്ട് എഴുതി. പ്ലീസ്ഡ് ദാറ്റ് നോ വൺ ഹാഡ് പ്രിവെന്റഡ് ഹിം ഫ്രം റൈറ്റിംഗ്. അപ്പം എന്താണ് ആ പേപ്പറിൽ അവനിങ്ങനെ എഴുതുന്നത് ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഹി പുട്ട് ഓൺ ഹിസ് ക്യാപ്പ്. അവൻ്റെ തൊപ്പി വെച്ചു. ആൻഡ് റാൻ ഔട്ട് ഇൻ ടു ദ സ്ട്രീറ്റ് വിത്തൗട്ട് പുട്ടിങ് ഹിസ് കോട്ട് ഓൺ ഓവർ ഹിസ് ഷർട്ട്. അപ്പം തൊപ്പി വെച്ചു, പക്ഷേ ഷർട്ടിന്റെ മുകളിൽ കോട്ട് ഇടാനായിട്ട് അവൻ മറന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? സ്ട്രീറ്റിൽ കൂടെ ഇറങ്ങി അവൻ ഓടി. ദി ബിൻ അറ്റ് ദ ബുച്ചേഴ്സ് ടോൾ ഹിം. ബുച്ചേഴ്സിന് അല്ലെങ്കിൽ കശാപ്പുകാരുടെ കടയിൽ നിന്ന് ആളുകൾ അവനോട് പറഞ്ഞു. വെൻ ഹി ആസ്ക്ഡ് ദം ദ ഡേ ബിഫോർ. കഴിഞ്ഞ ദിവസം അവർ ചോദിച്ചുമായിരുന്നു. എന്താ അവൻ ചോദിച്ചത്?
Letters are put into letter boxes, and from these boxes sent all over the world on mail coaches with 3 horses and drunken drivers and jiggling bells. അവനോട് കഴിഞ്ഞ ദിവസം ബുച്ചേഴ്സ് ഷോപ്പിലുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞത് എന്താണ്? എഴുതുന്ന എഴുത്തുകളൊക്കെ ഈ പെട്ടിയിലിട്ട് വെക്കണം. പെട്ടിയിലിട്ട് വെച്ചിട്ടോ അത് പിന്നീട് അടുത്ത ദിവസം വന്ന് ആരെടുക്കും? മെയിൽ കോച്ചസ് വന്നിട്ട് അത് എടുത്തുകൊണ്ട് പോയിട്ട് 3 കുതിരകളെയൊക്കെ പൂട്ടി മണ്ണുകളൊക്കെയുള്ള ഒരു വലിയ കുതിരവണ്ടിയിൽ ലോകം മുഴുവൻ ഈ കത്തുകൾ കൊണ്ടുപോയി കൊടുക്കും എന്നാണ് അവനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ വിശ്വാസത്തിലാണ് അവൻ ഈ സ്ട്രീറ്റിൽ കൂടി ഓടിപ്പോകുന്നത്. എന്തിനു വേണ്ടി? ഈ ബോക്സിലേക്ക് ഈ ലെറ്റർ എല്ലാം ഇട്ടു വെക്കാനായിട്ട്. വാൻക റാൻ ആസ് ഫാർ ആസ് ദ നിയറസ്റ്റ് ലെറ്റർ ബോക്സ്. അടുത്തുള്ള ലെറ്റർ ബോക്സ് ഉള്ള പെട്ടി വെച്ചിരിക്കുന്നിടത്തേക്ക് അവൻ വേഗത്തിൽ ഓടി. ആൻഡ് ഡ്രോപ്ഡ് ഹിസ് പ്രഷ്യസ് ലെറ്റർ ഇൻ ടു ദി സ്ലെറ്റ്. എന്നിട്ട് ആ ബോക്സിന് അകത്തേക്ക് അവൻ അവൻ്റെ പ്രിയപ്പെട്ട മുത്തച്ഛൻ എഴുതിയ ഈ ലെറ്റർ അവൻ ഇട്ടുവെച്ചു. ആൻഡ് അവർ ലേറ്റർ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും, lulled by lulled oh hopes, he was fast asleep. അവന് കുറേ കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് ഉറങ്ങിപ്പോയി. He dreamed of a stove. അവനൊരു സ്റ്റൗവിനെ കുറിച്ച് സ്വപ്നം കണ്ടു. On the stove ledge sat his grandfather, his bare feet dangling. അവൻ ആ മുത്തച്ഛനെയാണ് ആ കൂടത്തിൽ കണ്ടത്. എന്താണ്? ഈ സ്റ്റൗവിൻ്റെ അടുത്ത് അവൻ്റെ മുത്തച്ഛൻ ഇരിക്കുകയാണ്. ഡാംഗ്ലിംഗ് ദ ലെറ്റർ ടു ദി കുക്സ്. എന്താണ്? വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലെറ്റർ. ഏത് ലെറ്റർ? ഇവൻ ഈ എഴുതിയ ലെറ്റർ മുത്തച്ഛൻ വായിക്കുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടു. Eel was walking backwards and forwards in front of the stove, waggling his tail. ഈലിനെയും അവൻ സ്വപ്നത്തിൽ കണ്ടു. ഈൽ ആരായിരുന്നു? മറന്നുപോയോ നിങ്ങള്? നമ്മുടെ വാൻകിയുടെ ഗ്രാൻഡ് ഡാഡിന്റെ ഡോഗായിരുന്നു ഈൽ. ഓക്കെ, ഈൽ ആൻഡ് കാഷ്താങ്ക ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഈലിനെ അവൻ ഈ സ്വപ്നത്തിൽ കണ്ടു. ഈൽ എന്ത് ചെയ്യാണ്? മുത്തശ്ശന്റെ കൂടെ മുന്നോട്ടും പുറകോട്ടും ഒക്കെ ഇങ്ങനെ നടന്ന് അവന്റെ വാലൊക്കെ ആട്ടി മുത്തശ്ശന്റെ അടുത്ത് നിന്ന് അവൻ ആ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് മുത്തശ്ശൻ സന്തോഷത്തിൽ ഈ ലെറ്ററൊക്കെ വായിച്ച് അവിടെയുള്ള ആളുകളെയൊക്കെ കേൾപ്പിക്കുന്നു. ഇതായിരുന്നു അവന്റെ സ്വപ്നം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഓക്കെ, അവന്റെ ഈ സ്വപ്നത്തോടു കൂടി നമ്മുടെ ഈ വാൻകയുടെ കഥ ഇവിടെ തീരുകയാണ്. നല്ല കഥയായിരുന്നു അല്ലേ? ആന്റൺ ചെക്കോവ്, റഷ്യൻ പ്ലേ റൈറ്റിന്റെ കഥയാണ്. നല്ല കഥയായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഈ കഥയിലുണ്ട് അല്ലേ? വാൻകയെ കുറിച്ച് ഒരു വലിയ ക്യാരക്ടർ സ്കെച്ച് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട് ഈ കഥയിൽ നിന്ന്. അപ്പൊ എല്ലാവർക്കും കഥ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, what were the specialities of the dog eel? ഡോഗ് ഈലിന്റെ സ്പെഷ്യാലിറ്റീസ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈൽ ഹാഡ് ബ്ലാക്ക് കോട്ട്, കറുത്ത രോമമായിരുന്നു. ആൻഡ് എ ലോങ് വെസൽ ലൈക്ക് ബോഡി, കീരിയുടേതുപോലെയുള്ള ശരീരമായിരുന്നു അവനുണ്ടായിരുന്നത്. ഹി വാസ് റെസ്പെക്ട്ഫുൾ ആൻഡ് ഓൾവേസ് ട്രൈ ടു ഗെറ്റ് പീപ്പിൾസ് അഫെക്ഷൻ. അവൻ വളരെ ബഹുമാനം കാണിക്കുകയും ചെയ്യും, അതുപോലെ ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ട് നോക്കുകയും ചെയ്യുമായിരുന്നു. He looked at friends and strangers in the same manner. അവന് പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും ഒരേപോലെയായിരുന്നു നോക്കിയിരുന്നത്. He did not give confidence to anyone. അവൻ ആർക്കും ആത്മധൈര്യം കൊടുക്കുകയില്ലായിരുന്നു. His respectful and obedient nature hid his hatred and vengeance. അവൻ്റെ ഈ റെസ്പെക്ട്ഫുൾ, ഒബീഡിയൻ, അനുസരണമുള്ള ഈ ഭാവം അവൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യവും അവൻ്റെ ശൗര്യവുമെല്ലാം അതിൻ്റെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. He could go quietly. എന്താണ്? അവൻ വളരെ ശാന്തനായിട്ട് ഇങ്ങനെ നടക്കും. ആൻഡ് ബൈറ്റ് സംബഡീസ് ഫുഡ്, എന്നിട്ട് ആരുടെയും കാലിൽ കടിക്കും. ക്രീപ്പ് ഇൻ ടു ദ ഐസ് ഹൗസ്, ഐസ് ഹൗസിന്റെ അകത്ത് കയറും. സ്റ്റീൽ എ പെസൻസ് ചിക്കൻ, ഒരു ഏതെങ്കിലുമൊക്കെ അടുത്തുള്ള കർഷകരുടെ കോഴികളെ എല്ലാം പിടിച്ച് തിന്നുമായിരുന്നു. ഹിസ് ബാക്ക് ലെഗ്സ് ഹാഡ് ബീൻ കട്ട് മെനി ടൈംസ്. അവൻ്റെ ബാക്ക് ലെഗ്സ്, പുറകിലത്തെ കാലുകൾക്ക് നല്ല അടി, ഉപദ്രവങ്ങൾ കിട്ടിയിട്ടുണ്ട്. Twice he had been hung up and every week he was beaten up very badly. എല്ലാ ആഴ്ചയിലും അവന് നല്ല അടി കിട്ടാറുണ്ട്. But he survived all. ഇത്രയും എല്ലാം കാണിച്ച് അവൻ എന്തെല്ലാം ഒപ്പിച്ചു വെച്ചാലും but he survived. എല്ലാത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. Next one, how does grandfather create an atmosphere of fun and laughter? എങ്ങനെയാണ് ഗ്രാൻഡ് ഫാദറിന് വളരെ സന്തോഷമുള്ള ചിരികളികളൊക്കെ നിറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തിരുന്നത്? Grandfather creates an atmosphere of fun and laughter by playfully pinching one of the maids
എന്ത് ചെയ്യും? തമാശയ്ക്ക് ഏതെങ്കിലും ഒരു മെയ്ഡിൻ്റെ, ഏതെങ്കിലും ഒരു വേലക്കാരിയുടെ കയ്യിലൊന്ന് ഞുള്ളും. ഓർ കുക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുക്കിൻ്റെ ദേഹത്തൊന്ന് ഞുള്ളും. ആൻഡ് മേക്കിംഗ് ദം ടേക്ക് സ്നഫ്, എന്നിട്ട് അവർക്ക് മൂക്കിപ്പൊടി വലിക്കാൻ കൊടുക്കും. ഹി ഓൾസോ ഗേവ് സ്നഫ് ടു ദി ഡോഗ്സ്, അദ്ദേഹത്തിൻ്റെ ഡോഗുകൾക്കും പട്ടികൾക്കും അദ്ദേഹം സ്നഫ് കൊടുക്കുമായിരുന്നു. ദ വുമൺ വുഡ് സ്നീസ് ആൻഡ് ദെൻ ദ ഗ്രാൻഡ് ഫാദർ വുഡ് സേ ഗുഡ് ഫോർ ഫ്രോസൺ നോസസ്. ഈ സ്ത്രീകൾ തുമ്മുമ്പോൾ അദ്ദേഹം എന്ത് പറയും? തണുത്തുറഞ്ഞ മൂക്കുകൾക്ക് ഈ മൂക്കെപ്പൊടി വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കൊടുക്കുമായിരുന്നു. The next one, what sort of life did Ivanka lead at the shoemaker's place? ഷൂമേക്കറുടെ കൂടത്തിലുള്ള ജീവിതം എങ്ങനെയായിരുന്നു? വാൻക led a very miserable life there. വാൻകയ്ക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. He did not get enough food to eat. അവന് ആവശ്യത്തിന് ഭക്ഷണം പോലും കഴിക്കാനുണ്ടായിരുന്നില്ല. He had to rock the shoemaker's baby in the night. അവന് ഷൂമേക്കറുടെ കുഞ്ഞിനെ രാത്രിയിൽ ഉറക്കാനുള്ള ജോലി ഉണ്ടായിരുന്നു. And this prevented him from getting enough sleep. അപ്പം അവന് ശരിയായ ഉറക്കം കിട്ടുന്നതിന് ഒരു തടസ്സമായിരുന്നു ഈ ജോലി. He was badly beaten by Alkin. ആൽക്കിൻ എന്ന് പറഞ്ഞ അദ്ദേഹൻ്റെ മാസ്റ്റർ അവനെ വളരെ ക്രൂരമായി അടിക്കുമായിരുന്നു. സീനിയർ ബോയ്സ് റിഡിക്യൂൾഡ് ഹിം. സീനിയർ ആയിട്ടുള്ള അപ്രന്റൈസസ് അവിടെ ഉണ്ടായിരുന്നവർ അവനെ വെച്ച് തമാശകളും പണികളും ഒക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയായിരുന്നു വാൻകയുടെ അവിടെ മോസ്കോയിലെ ലൈഫ് എന്ന് പറയുന്നത്. The next one, what according to Vanka would happen to him if his grandfather did not take him back home? Why did he think so? അപ്പോൾ വാൻകയുടെ ഗ്രാൻഡ് ഫാദർ അവനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയില്ല എങ്കിൽ അവൻ എന്ത് സംഭവിക്കും എന്നാണ് വാൻക വിചാരിച്ചിരുന്നത്. അത് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? ആൻസർ ഇങ്ങനെയാണ്. ഇഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ടേക്ക് ഹിം ബാക്ക് ഹോം, അവനെ തിരിച്ച് ഗ്രാൻഡ് ഫാദർ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല എങ്കിൽ ഹി വുഡ് ഡൈ, അവൻ മരിച്ചു പോകും. എന്നിട്ട് അവൻ ബാക്കി ഇങ്ങനെ പറയാണ്, ഹി തോട്ട് സോ, അവൻ അങ്ങനെ വിചാരിച്ചു. ബിക്കോസ്, കാരണം ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ ഹിം ടു കണ്ടിന്യൂ വിത്ത് ഹിസ് ക്രൂവൽ മാസ്റ്റർ ആൽക്കിൻ. അവൻ്റെ ക്രൂരനായിട്ടുള്ള ആ മാസ്റ്റർ കൂടെ മുന്നോട്ട് തുടർന്നു പോകാനായിട്ട് അവന് സാധിക്കുമായിരുന്നില്ല. ഹു മെയ്ഡ് ഹിം വർക്ക് ഹാർഡ്, അവനെ ഭയങ്കരമായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. സ്റ്റാർവ്ഡ് ഹിം, അവനെ പട്ടിണിക്കിടുന്നുണ്ട്. മെയ്ഡ് ഹിം റോക്ക് ഹിസ് ബേബി ഇൻ ദ നൈറ്റ്, കുഞ്ഞിനെ ഉറക്കാനായിട്ട് രാത്രിക്കും ജോലി ഏൽപ്പിക്കുന്നു. ആൻഡ് ബീറ്റ് ഹിം അപ്പ് ക്രൂവലി, അവനെ വീണ്ടും ക്രൂരമായിട്ട് അടിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ വന്ന് കൂട്ടിയിട്ട് പോയില്ല എങ്കിൽ അവൻ മരിച്ചു പോവും എന്ന് നമ്മുടെ വാൻക പറയാനായിട്ടുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാൻക ഈസ് വർക്കിംഗ് ഫോർ എ ഷൂ മേക്കർ. വാൻക ഒരു ഷൂ മേക്കർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, അല്ലെ അതിന് വേണ്ടിയിട്ടാണ്. ബട്ട് ഹി ഡസ് നോട്ട് ഹാവ് ബൂട്ട്സ്, പക്ഷെ അവന് സ്വന്തമായി ബൂട്ട്സ് ഇല്ല. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? This means although he works with a shoemaker, he can't have shoes of his own. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അവൻ ഒരു ഷൂ മേക്കർക്ക് വേണ്ടിയാണ്, അയാളുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത് എങ്കിലും അവന് വാൻകയ്ക്ക് സ്വന്തമായിട്ട് ഒരു ഷൂ ഇല്ല. This is the case with many workers. ഇത് തന്നെയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലിക്കാരുടെയും അവസ്ഥ. A worker in a 5-star hotel will not enjoy the same food or facilities that he helps to give to the guest. അപ്പോൾ പറയാണ്, ഒരു 5-star ഹോട്ടലിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എങ്കിൽ അവിടെ വരുന്ന ഗസ്റ്റിന് കൊടുക്കുന്ന അതേ ഫെസിലിറ്റീസ് ആയിരിക്കുകയില്ല അവിടെയുള്ള വർക്കേഴ്സിന് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് വാട്ടർ എവ്രിവെയർ, നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ഓക്കെ, അതൊരു സീയിങ് ആണ് കേട്ടോ, ഒരു പഴമൊഴി പോലെയാണ്. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? വെള്ളം സർവത്ര, പക്ഷേ കുടിക്കാനൊരു തുള്ളിയുമില്ല. എല്ലായിടത്തും വെള്ളമാണ്, പക്ഷേ വെള്ളം ഉള്ളത് കൊണ്ട് കുടിക്കാനായിട്ട് കിട്ടുന്നുണ്ടോ? അതുമില്ല. ക്ലിയർ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What promises does Vanka make to his grandfather so that he would take him back home?
ഇപ്പോൾ വാൻക ഗ്രാൻഡ് ഫാദറിന് എന്തൊക്കെ പ്രോമിസസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കാം എന്ന് പറയുന്നത്. ഓക്കെ, വാൻക മേക്സ് എ ലോട്ട് ഓഫ് പ്രോമിസസ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. വാൻക അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് കുറേ പ്രോമിസുകൾ കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഹി വുഡ് ടേക്ക് ഹിം ബാക്ക് ഹോം. അപ്പം അങ്ങനെയാണെങ്കിൽ അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഹി വുഡ് ഗ്രൈൻഡ് ഹിസ് സ്നഫ്. അപ്പം മൂക്കിപ്പൊടി വലിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹി വുഡ് പ്രേ ഫോർ ഹിം. അവൻ ഗ്രാൻഡ് ഡാഡിന് വേണ്ടി പ്രാർത്ഥിക്കും. ഹി വുഡ് ഈവൻ ബീറ്റ് ഹിം ആസ് ഹാഡ് ആസ് ഹി ലൈക്ഡ് ഇഫ് ഹി ഡിഡ് മിസ്ചീഫ്. അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് പറ്റുന്ന പോലെയൊക്കെ അവനെ തല്ലാം, ഒരു പ്രശ്നവും ഇല്ല. ദെൻ ഹി വുഡ് ക്ലീൻ ദ ബൂട്ട്സ്. അവന് ബൂട്ട്സുകൾ ക്ലീൻ ചെയ്യാൻ റെഡിയാണ്. ഓർ ഗോ ആസ് എ ഷെപ്പേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫെഡിയ. ഫെഡിയയ്ക്ക് പകരമായിട്ട് ഒരു ആട്ടിടയനായിട്ട്, ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ ആട്ടിടയനാണ്, അപ്പോൾ ആട്ടിടയനായിട്ട് പോവാനും അവൻ തയ്യാറാണ്. വെൻ ഹി ഗ്രോസ് അപ്പ് ടു ബി എ മാൻ, അവൻ വളർന്ന് വലിയ ഒരു പുരുഷനായി മാറുമ്പോൾ ഹി വുഡ് ലുക്ക് ആഫ്റ്റർ ഹിം. അവൻ ഗ്രാൻഡ് ഫാദറിനെ വളരെ നന്നായി നോക്കും. ആൻഡ് ഹി വിൽ നോട്ട് ലെറ്റ് എനി വൺ ഹേർട്ട് ഹിം. മറ്റാരും ഗ്രാൻഡ് ഫാദറിനെ വിഷമിപ്പിക്കാനായിട്ട് അവൻ സമ്മതിക്കുകയില്ല. വെൻ ഹി ഡൈസ്, ഇനി ഗ്രാൻഡ് ഫാദർ മരിച്ചു കഴിയുമ്പോൾ ഹി വുഡ് പ്രേ ഫോർ ഹിസ് സോൾ. ഗ്രാൻഡ് ഫാദറിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. എങ്ങനെയാണ്? ലൈക്ക് ഹി ഡാസ് ഫോർ ഹിസ് മമ്മി. അവൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേപോലെ തന്നെ അവന് ഗ്രാൻഡ് ഫാദറിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെയാണ് വാൻക ഗ്രാൻഡ് ഡാഡിന് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് കൊടുത്ത പ്രോമിസസ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഓഫ് ക്രിസ്മസ് ഡു വാൻക ചെറിഷ്? വാൻകയ്ക്ക് ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ മെമ്മറീസ്, ബ്യൂട്ടിഫുൾ മെമ്മറീസ്, സന്തോഷകരമായ ഓർമ്മകളാണ് ഉള്ളത്? വാൻക റിമെമ്പേഴ്സ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഗോയിങ് ടു ഗെറ്റ് എ ക്രിസ്മസ് ട്രീ ഫോർ ഹിസ് എംപ്ലോയീസ്. ഗ്രാൻഡ് ഫാദർ ജോലി ചെയ്യുന്ന വീട്ടിലെ ആളുകൾക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ട്രീ വെട്ടാൻ പോയ കാര്യം അവൻ ഓർക്കുന്നുണ്ട്. ഹി ഹാഡ് ടേക്കൻ വാൻക വിത്ത് ഹിം. വാൻകയും ആ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഹൗ ഹാപ്പി വാൻക വാസ് ദെൻ. അപ്പോൾ വാൻക എത്ര സന്തോഷത്തിലായിരുന്നു. ഗ്രാൻഡ് ഫാദർ വുഡ് ലാഫ്. ഗ്രാൻഡ് ഫാദർ ചിരിക്കുന്നുണ്ടായിരുന്നു. ദ ഫ്രോസ് കവേർഡ് ട്രീസ് വുഡ് ലാഫ്. മഞ്ഞുകൊണ്ട് തണുത്ത് നിൽക്കുന്ന മരങ്ങളും ചിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വാൻക ഓൾസോ ലാഫ്ഡ്. അപ്പോൾ വാൻകയും ആ കൂടെ ചിരിക്കുന്നുണ്ടായിരുന്നു. ബിഫോർ കട്ടിംഗ് ദ ട്രീ ഗ്രാൻഡ് ഫാദർ വുഡ് സ്മോക്ക് ഹിസ് പൈപ്പ്. മരം വെട്ടുന്നതിന് മുൻപായിട്ട് ഗ്രാൻഡ് ഫാദർ ഒന്ന് സ്മോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ടേക്ക് എ ലോങ് പിഞ്ച് ഓഫ് സ്നബ്. എന്താണ്? കുറച്ചധികം പൊടിയെടുത്ത് ആ മൂക്കിപ്പൊടി വലിക്കുന്നുണ്ടായിരുന്നു. ഹി വുഡ് ലാഫ് അറ്റ് ദ ഷിവറിങ് വാൻക. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്യും? ഇതെല്ലാം കണ്ട് തണുത്തുറഞ്ഞു നിൽക്കുന്ന വാൻകയെ നോക്കി അദ്ദേഹം ചിരിക്കുമായിരുന്നു. ദ യങ് ഫർ ട്രീസ് കവേർഡ് വിത്ത് ഫ്രോസ്റ്റ് സ്റ്റുഡ് വിതൗട്ട് മൂവിങ്. അപ്പം എന്താണ്? ഈ തണുപ്പത്ത് ഇങ്ങനെ തണുത്തുറഞ്ഞു നിൽക്കുന്ന ഫർ ട്രീസ്, ഫർ മരങ്ങൾ ഇങ്ങനെ അനങ്ങാതെ അവിടെ നിൽപ്പുണ്ടാവും. അപ്പോൾ they were waiting to see which one would be cut. ഇതിലേത് മരമാണ് വെട്ടാൻ പോകുന്നതെന്ന് നോക്കിയാണ് അവ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സഡൻലി എ ഹെയർ വുഡ് അപ്പിയർ. അപ്പം പെട്ടെന്നൊരു ഹെയർ, ഒരു മുയൽ അവിടെ പ്രത്യക്ഷപ്പെടും. ഗ്രാൻഡ് ഫാദർ വുഡ് ഷൗട്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ അലറും, സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഗ്രാൻഡ് ഫാദർ ഒച്ച വയ്ക്കും. ഗ്രാൻഡ് ഫാദർ വുഡ് ഡ്രാഗ് ദ ട്രീ ടു ദ ബിഗ് ഹൗസ്. അവസാനം ഗ്രാൻഡ് ഫാദർ ആ വലിയ മരം വലിച്ച് ആ വലിയ വീട്ടിലേക്ക് കൊണ്ടുപോകും. ദേ ഓൾ വുഡ് ഡെക്കറേറ്റ് ഇറ്റ്. അവർ ആ മരം മുഴുവനായും ഡെക്കറേറ്റ് ചെയ്യും. ഇതായിരുന്നു ക്രിസ്മസിനെ കുറിച്ചുള്ള വാൻകയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഡിഡ് വാൻക ഡ്രീം അബൌട്ട് ഇൻ ഹിസ് സ്ലീപ്പ്? വാൻക അവന്റെ ഡ്രീമിൽ, സ്വപ്നത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ സ്വപ്നത്തിൽ എന്താണ് കണ്ടത്? ഹി ഡ്രീംഡ് ഓഫ് എ സ്റ്റൗ. ഒരു സ്റ്റൗ ആയിരുന്നു അവൻ സ്വപ്നത്തിൽ കണ്ടത്. ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് സിറ്റിംഗ് ഓൺ ദ സ്റ്റൗ ലെഡ്ജ് വിത്ത് ഹിസ് ബെയർ ഫീറ്റ് ഡാംഗ്ലിംഗ്. അവൻ്റെ ഗ്രാൻഡ് ഫാദർ ചെരുപ്പൊന്നും ഇടാതെ കാലുകൾ നീക്കി ഉയർത്തി വെച്ച് സ്റ്റൗവിൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ടായിരുന്നു അവൻ സ്വപ്നത്തിൽ കണ്ടത്. ഹി വാസ് റീഡിങ് ദ ലെറ്റർ ടു ദി കുക്സ്. അവിടെയുള്ള പാചകക്കാർക്ക് ഈ ലെറ്റർ അദ്ദേഹം വായിച്ചു കൊടുക്കുകയാണ്. ഈൽ വാസ് വാക്കിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ് വാഗിങ് ഹിസ് ടെയിൽ. വാലാട്ടിക്കൊണ്ട് ഈല് മുന്നോട്ടും പുറകോട്ടും ഈ ലെറ്റർ വായിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും.
എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ആക്ടിവിറ്റി സെഷൻ. ഫസ്റ്റ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ. According to Vanka, what kind of a person is Konstantin Makaric? It was Makaric who had sent Vanka away when Vanka's mother, Payaka, died. അപ്പോൾ വാൻകയുടെ അമ്മ മരിച്ചതിന് ശേഷം വാൻകയുടെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തെ മോസ്കോയിലേക്ക് അയച്ചു അല്ലേ? അപ്പം എങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഈ ഗ്രാൻഡ് ഡാഡ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡു യു ജസ്റ്റിഫൈ മാക്രിച്ചസ് ഡിസിഷൻ ടു സെൻഡ് വാൻക എവേ ടു മോസ്കോ? വൈ? അപ്പോൾ ഈ വാൻകയെ മോസ്കോയിലേക്ക് അയച്ചതിനെ കുറിച്ച് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ളതാണോ നെഗറ്റീവ് ആയിട്ടുള്ളതാണോ അഭിപ്രായം? അത് എന്തുകൊണ്ടാണ്? വാൻക തിങ്സ് മാക്രിച്ച് ഈസ് എ ഗുഡ് പേഴ്സൺ. നല്ല മനുഷ്യനാണെന്നാണ് വാൻക കരുതുന്നത്. ദാറ്റ് ഈസ് വൈ ഹി റൈറ്റ്സ് ഹിം എ ലെറ്റർ when he finds his life is miserable in Moscow. അതുകൊണ്ടാണ് മോസ്കോയിലെ ജീവിതം പ്രശ്നങ്ങളുള്ളതായപ്പോൾ അദ്ദേഹം കത്തെഴുതി ഗ്രാൻഡ് ഡാഡിനെ അറിയിക്കുന്നത്. മാക്കറിച്ച് ഈസ് എ ഹാപ്പി ഗോ ലക്കി മാൻ ഹാവിങ് ഫൺ വിത്ത് ദ മെയ്ഡ്സ്, ദ കുക്ക് ആൻഡ് ദ ഡോഗ്സ്. മാക്കറിച്ച് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൻ്റെ കുക്സിൻ്റെയും മെയ്ഡ്സിൻ്റെയും അതുപോലെ ഡോഗിൻ്റെ ഒക്കെ കൂടെ വളരെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലക്കി മാനാണ്. Some people might find fault with Makaric. അപ്പം ചില ആളുകൾക്ക് മാക്രിച്ചിൻ്റെ ഈ ഡിസിഷൻ തെറ്റായിട്ട് തോന്നാം. ഫോർ സെൻഡിങ് ദ ബോയ് ടു മോസ്കോ, അതായത് വാൻകയെ മോസ്കോയിലേക്ക് അയച്ചത്. ബട്ട് വി ഷുഡ് നോ ദാറ്റ് ഹി ഈസ് ആൻ ഓർഫൻ വിത്ത് നോ എഡ്യൂക്കേഷൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വാൻക ഇപ്പോൾ ഒരു ഓർഫൻ ആണ്, വിച്ച് മീൻസ് നോ ഫാദർ നോ മദർ, രണ്ടുപേരും ഡൈഡാണ്. സോ വിത്ത് നോ എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു കുട്ടിയുമാണ്. ഹി ഹാസ് ടു ലേൺ എ ട്രേഡ് ടു മേക്ക് എ ലിവിങ്. അപ്പോൾ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ മാക്രിച്ചസ് സെൻഡിങ് വാൻക ടു മോസ്കോ ഈസ് ജസ്റ്റിഫൈഡ്. സോ അതുകൊണ്ട് തന്നെ വാൻകയെ മോസ്കോയിലേക്ക് അയച്ചത് ശരിയാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, പക്ഷേ നിർഭാഗ്യവശാൽ, ആൽക്കീൻ turned out to be a cruel man. ആൽക്കീൻ എന്ന് പറയുന്ന ഈ മാസ്റ്റർ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അവനൊരു തൊഴിൽ പഠിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടായിരുന്നു അദ്ദേഹം അയച്ചതെങ്കിലും ഇവൻ ഒരു മോശം കുട്ടിയായിരുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ദ പീപ്പിൾ ഇൻ ആലിയാഖിൻസ് വർക്ക് പ്ലേസ് ട്രീറ്റ് വാൻക? ആലിയാഖിൻ വാൻകയുടെ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കൂടെയുള്ള ആളുകൾ എങ്ങനെയാണ് വാൻകയോട് പെരുമാറിയത്? കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസസ് ഓർ ക്ലോസസ് ഫ്രം ദി സ്റ്റോറി. താഴെ തന്നിരിക്കുന്ന ആ ടേബിള് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആലിയാഖിൻ ദ മാസ്റ്റർ ഹിംസെൽഫ്, അദ്ദേഹം എങ്ങനെയാണ് വാൻകയെ ട്രീറ്റ് ചെയ്തതെന്ന് നോക്കാം. ഹി ഡിഡ് നോട്ട് ട്രീറ്റ് വാൻക വെൽ. ഹി ഡിഡ് നോട്ട് ഗീവ് ഹിം ഇനഫ് ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് ഈവൻ എ പെയർ ഓഫ് ബൂട്ട്സ്. He punished him severely even after small things. വളരെ മോശമായിട്ടായിരുന്നു വാൻകയോട് പെരുമാറിയത്. അതുപോലെ അവന് ആവശ്യത്തിനുള്ള ഫുഡോ ക്ലോത്തോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ഷൂസോ ബൂട്ട്സോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പണിഷ്മെൻറ്റുകളായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്. ദെൻ സെക്കൻഡ് വൺ, ദ മിസ്ട്രസിനെയാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്, അതായത് ആലിയാഖിൻ്റെ വൈഫ്. ഷീ വാണ്ടഡ് വാൻക ടു റോക്ക് ദ ബേബി ഡ്യൂറിങ് ദ നൈറ്റ്. രാത്രിയിൽ കുട്ടിയെ ഉറക്കണമെന്നായിരുന്നു അവന് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തിരുന്ന ജോലി. നോട്ട് അലാവിങ് വാൻക ടു സ്ലീപ്പ് പ്രോപ്പർലി. എന്താണ്, വാൻകയെ നന്നായിട്ട് ഉറങ്ങാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഷീ മിസ്ട്രീറ്റഡ് ഹിം. അവനോട് മോശമായിട്ടായിരുന്നു അവർ പെരുമാറിയത്. വി സീ ഹർ റബ്ബിങ് ദ ഹെഡ് ഓഫ് ദി ഹെറിങ് ഓൺ വാൻകാസ് ഫേസ്. അവന് വെട്ടാനായിട്ട് കൊടുത്ത മീൻ, മുഷി മീനിൻ്റെ തല അവൻ്റെ മുഖത്ത് ഉരയ്ക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ദെൻ ദ അതർ അപ്രന്റിസസ്, സീനിയർ ട്രെയിനീസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സ്റ്റോറിയിൽ പറഞ്ഞു അല്ലേ? അപ്പോൾ അവരെങ്ങനെയാണ്? ദി ഓൾസോ മിസ്ട്രീറ്റഡ് വാൻക. അവരും മോശമായിട്ടാണ് വാൻകയോട് പെരുമാറിയത്. ദേ സെൻഡ് ഹിം ടു ബൈ വോഡ്ക വാങ്ങിക്കുന്നതിന് വേണ്ടി അവനെ അയക്കുമായിരുന്നു. ദേ ആസ്ക്ഡ് ഹിം ടു സ്റ്റീൽ ദ മാസ്റ്റേഴ്സ് ക്യുക്കംബേഴ്സ്. മാസ്റ്ററിൻ്റെ വീട്ടിലെ ക്യുക്കുംബേഴ്സ് എല്ലാം
മോഷ്ടിക്കാനായിട്ട് അവനോട് ഈ സീനിയർ അപ്രന്റീസസ് ആവശ്യപ്പെടുമായിരുന്നു. അതേപോലെ തന്നെ ദേ മെയ്ഡ് ഫൺ ഓഫ് ഹിം, അവനെ വെച്ചിട്ട് അവര് ചില തമാശകളൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെയാണ് ഈ 3 ആളുകൾ നമ്മുടെ മാൻഗയോട് പെരുമാറിയിരുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് മൂവിങ് ടു ആക്ടിവിറ്റി 3. ക്വസ്റ്റ്യൻ: ഹൗ ഇസ് മോസ്കോ ദ ബിഗ് ടൗൺ കോൺട്രാസ്റ്റഡ് വിത്ത് ദ വില്ലേജ് വെയർ വാൻഗ ലിവ്ഡ്? മോസ്കോ എന്ന് പറയുന്ന വലിയ ടൗൺ ആണ് അല്ലേ? അപ്പൊ അത് വാൻഗ ജീവിച്ചിരുന്ന വില്ലേജുമായിട്ട് നമുക്ക് എങ്ങനെയാണ് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ആൻസർ: മോസ്കോ ഈസ് എ ബിഗ് സിറ്റി. മോസ്കോ എന്ന് പറയുന്നത് വലിയൊരു ടൗൺ ആണ്. ദർ ആർ ഹ്യൂജ് ഹൗസസ് ഓഫ് റിച്ച് മെൻ. ധാരാളം ധനികരായിട്ടുള്ള പണക്കാരായിട്ടുള്ള ധാരാളം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ദേ ഹാവ് ഹോഴ്സസ്, അവർക്കെല്ലാം കുതിരകളുണ്ട്. ചിൽഡ്രൻ സോൾഡ് ഫിഷിംഗ് ഹുക്സ്, കുട്ടികൾ എന്ത് ചെയ്യും? മീനെ പിടിക്കാനുള്ള ചൂണ്ടകൾ വിൽക്കും. ആൻഡ് ലൈൻസ് ദർ ഷോ യു വുഡ് ക്യാച്ച് ഫിഷ്, മീനെ അവരെ അവിടെ ഇരുന്ന് അങ്ങനെ മീനെ പിടിക്കുന്നതും ഉണ്ട്. ദർ വെർ ഷോപ്സ് ദർ സെല്ലിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് ഗൺസ്, എല്ലാ വിധത്തിലുള്ള തോക്കുകൾ വിൽക്കുന്ന കടകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പീപ്പിൾ ഹണ്ടഡ് ബേർഡ്സ്, അവരെ പക്ഷികളെയൊക്കെ പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ ഇവർ വേട്ടയാടാറുണ്ട്. ലൈഫ് വാസ് ബിസി ഇൻ ദ സിറ്റി, ജീവിതം മുഴുവൻ സിറ്റിയിലേത് വളരെ തിരക്ക് നിറഞ്ഞതാണ്. ഇൻ ദ വില്ലേജ്, വില്ലേജിൽ എങ്ങനെയാണ്? ലൈഫ് വാസ് ഈസി ഗോയിങ്, വളരെ സാവധാനത്തിൽ വളരെ വേഗത്തിൽ പോകുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. there were a lot of sheep and dog, അവിടെ ധാരാളം ആടുകളും നായകളും ഉണ്ട്. the boys played with the stars at Christmas and they sang song in the church. അവിടെയുള്ള ആൺകുട്ടികളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ക്രിസ്മസ് ആകുമ്പോഴത്തേനും നക്ഷത്രങ്ങളൊക്കെ തൂക്കി നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പള്ളിയിൽ പാട്ടുകൾ പാടാറുമുണ്ട്. അപ്പം ഇങ്ങനെയാണ് സിറ്റിയിലെയും വില്ലേജിലെയും ജീവിതങ്ങളെ കമ്പയർ ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി വാൻഗയുടെ. ക്ലിയർ ആണല്ലോ? ഓക്കെ.